നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. എന്നാ കുളിക്കാൻ ഇറങ്ങുകയല്ലേ വരരുചി? ദാ ഇറങ്ങുകയായി, വരരുചി പറഞ്ഞു. വരരുചിയും ബ്രാഹ്മണനും കുളി കഴിഞ്ഞെത്തി. പഞ്ചമി അമ്മിയിൽ ഇഞ്ചിക്കഷ്ണം ചതയ്ക്കുകയായിരുന്നു. എന്തിനാ പഞ്ചമി ഇഞ്ചി ചതയ്ക്കുന്നത്? 1000 കറി ഉണ്ടാക്കണ്ടേ അച്ഛാ? പ്രമാണപ്രകാരം ഇഞ്ചിക്കറി 1000 കറികൾക്ക് സമമാണ്. പഞ്ചമി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. വീരാളിപ്പട്ട് ഉടുക്കാൻ കൊടുക്കണ്ടേ? അതെവിടുന്നുണ്ടാക്കും? ചീന്തൽ കോണകം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വീരാളിപ്പട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? വൈശ്യം കഴിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം പൂജ നടത്തട്ടെ. വൈശ്യത്തിൻ്റെ ഫലം എന്താണെന്ന് അച്ഛനറിയില്ലേ? 100 പേർക്ക്, 100 ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തിയാലത്തെ ഫലം വൈശ്യം കൊണ്ടുണ്ടാകും. പഞ്ചമി പറഞ്ഞു. ഊണ് കഴിഞ്ഞ് 3 പേരെ അദ്ദേഹത്തിന് ഭക്ഷിക്കണമത്രേ. അതെങ്ങനെ സാധിക്കും? ബ്രാഹ്മണൻ പുത്രിയോട് ചോദിച്ചു. വളരെ നിസ്സാരമച്ഛാ. 3 കൂട്ടി മുറുക്കണമെന്നാണ് അതിൻ്റെ സാരം. അച്ഛൻ്റെ മുറുക്കാൻ ചെല്ലം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ മതി. ഹാവൂ, സമാധാനമായി. ബ്രാഹ്മണൻ ആശ്വാസപൂർവം നിശ്വസിച്ചു. ഇനി ഒന്നുകൂടി ബാക്കിയില്ലേ അച്ഛാ? ഉവ്വല്ലോ പഞ്ചമി, 4 പേർ അദ്ദേഹത്തെ ചുമക്കണം. ഇതിലേക്കായി 4 പേരെ ഇപ്പോൾ എവിടുന്ന് കിട്ടാനാ? പൂമുഖത്ത് കട്ടിലില്ലേ അച്ഛാ? കട്ടിലിന് 4 കാലില്ലേ? കട്ടിലിൽ പായ വിരിക്കാം. അദ്ദേഹം കിടക്കും. കട്ടിലിൻ്റെ 4 കാലുകൾ അദ്ദേഹത്തിൻ്റെ ഭാരം താങ്ങും. പഞ്ചമി പറഞ്ഞു. ബ്രാഹ്മണന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ മകളുടെ ഒരു ബുദ്ധിവൈഭവം! നിനക്ക് പറ്റിയൊരു വരനെ ഞാൻ എവിടുന്ന് കൊണ്ടുവരും? എല്ലാം പറഞ്ഞ വിധത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടു. വരരുചി അതിശയിച്ചു നിന്നു. വരരുചി ഉണ്ണാനിരുന്നു. 1000 കറി നന്നായോ? ബ്രാഹ്മണൻ ചോദിച്ചു. നന്നായി, അസ്സലായി. മകളുടെ കൈപുണ്യം അപാരം തന്നെ. സുഖമായി ഊണ് കഴിച്ചു. 3 കൂട്ടി മുറുക്കി കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നു. പഞ്ചമിയുടെ മുറിയിൽ നിന്ന് വീണാനാദം പ്രവഹിച്ചു. വരരുചിയുടെ ഹൃദയത്തിലേക്ക് ആ നാദവീചികൾ കടന്നു ചെന്നു. അദ്ദേഹം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്താ, ഉറങ്ങണില്ലേ? ബ്രാഹ്മണൻ ചോദിച്ചു. പഞ്ചമിയുടെ വീണവായന കേട്ട് അങ്ങനെ കിടന്നുപോയി. മകൾ നന്നായി വീണ വായിക്കും ല്ലേ? നന്നായോ ഇല്ലയോ എന്ന് വരരുചിയാണ് തീരുമാനിക്കേണ്ടത്. പറയൂ, നന്നായോ? നന്നായി. എന്നാൽ ഇനിയൊന്ന് മയങ്ങിക്കോളൂ. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പഞ്ചമിയെ എനിക്ക് വേളി കഴിച്ചു തരുമോ? ബ്രാഹ്മണൻ അമ്പരന്നു. സാക്ഷാൽ വരരുചിയാണ് ചോദിക്കുന്നത്. പഞ്ചമിയുടെ പിതാവായ തന്നോട് പുത്രിയെ അദ്ദേഹത്തിന് നൽകുമോ എന്ന് സ്വപ്നം കാണുകയാണോ? വരരുചിയേക്കാൾ കേമനായ ഒരു ഭർത്താവിനെ ഒരു കന്യകയ്ക്കും ലഭിക്കാൻ പോകുന്നില്ല. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.